ആർമീസ്. അപ്പൊ ഇന്ന് പുലർച്ചെ ജങ്കൂക്ക് വന്നിരുന്ന 1 മണിക്കൂറോളം നീണ്ടു നിന്ന വ്യൂവേഴ്സ് ലൈവ് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇനി ആ ഒരു ലൈവിന്റെ ചെറിയൊരു മലയാള എക്സ്പ്ലനേഷൻ കേട്ടാലോ? അപ്പൊ ലൈവിന്റെ തുടക്കത്തിൽ തന്നെ ആള് ഒരു കാര്യം ആർമീസിനോട് പറയാൻ വേണ്ടിയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാര്യം പറയാനുള്ളത് വേറൊന്നല്ല, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വിശന്നപ്പോൾ എണീറ്റിട്ട് രാമൻ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത്. പക്ഷെ അത് കൊറിയൻ ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ അതിന്റെ കുറെ ഗ്രാമർ സംഭവം മനസ്സിലാവാത്തതുകൊണ്ട് ജങ്കൂക്ക് ആ ഒരു ശ്രമം ഉപേക്ഷിച്ചിട്ട് തൻ്റെതായ ഇംഗ്ലീഷിലെ ആർമീസിനോട് എന്താ കാര്യം പറയണേ. പിന്നെ ഒരു ആർമി ജങ്കൂക്കിനോട് എന്തുകൊണ്ടാണ് ഹൂളിഗൻ MV അങ്ങനെ ഒരു ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജങ്കൂക്ക് അത് ഞങ്ങൾ ആ ഒരു തിരിച്ചുവരവും പിന്നെ കമ്പനീൻ്റെ ഒരു ടെൻഷനും ഞങ്ങളൊരു ടെൻഷനും അങ്ങനെ എല്ലാതൊക്കെ കൂടി വെച്ച് അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചുണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതെന്നൊന്നും ജങ്കൂക്ക് പറയുന്നുണ്ട്. അതേപോലെ ലൈവ് വന്നത് കോൺസേർട്ടിന് 2 ദിവസം എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഡേറ്റ് നോക്കിയിട്ട് അല്ല കോൺസേർട്ട് നാളെയാണ്, അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒരു ആർമി ഉറങ്ങണില്ലെന്ന് ചോദിക്കുമ്പോൾ ജങ്കൂക്ക് ഞാൻ ഉറങ്ങുന്നതായിരുന്നു, ഇപ്പം എണീറ്റതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം അങ്ങനെ ഡയറ്റ് നേരെ ഒന്നല്ല ഫോളോ ചെയ്യണത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സമയത്ത് വിശന്നു. അപ്പം ഞാൻ വിചാരിച്ചു രാമൻ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ രാമൻ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന രാമൻ ഏതാണെന്ന് നിങ്ങൾ വൈകാതെ അറിയുന്നു ജങ്കൂക്ക് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് കയറാൻ പോണ കോൺസേർട്ടിന് നല്ല നെർവസ് ആണ്, ബ്രെയിൻ ഓക്കെയാണ്, പക്ഷെ ബോഡി ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ എക്സൈറ്റഡ് ആണെന്നും ആൾ പറയുന്നുണ്ട്. പിന്നെ രാമൻ കഴിച്ചിട്ട് വയറ് നിറഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടി ബാക്കിയുള്ളതും കഴിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ റിഹേഴ്സൽ വീഡിയോ അവർ അപ്ലോഡ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ആർമീസിനോട് നിങ്ങൾ കോൺസേർട്ട് കാണാൻ വരുന്നുണ്ടോ, ഇപ്പം ഈ ലൈവ് കാണുന്നതിൽ എത്ര ആൾക്കാർ കോൺസേർട്ട് കാണാൻ വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ജങ്കൂക്ക് ആർമീസിനോട് ശരിയാ ആർമീസിനോട് ഞാനൊരു സോറി പറയാനുണ്ടല്ലോ ഇപ്പം അടുത്ത് വന്ന ആ ഒരു ലൈവിനെ പറ്റിയിട്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ സത്യത്തിൽ പേഴ്സണലി അത്ര വലിയ തെറ്റ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു പബ്ലിക് ഫിഗർ ഒന്നല്ല. പിന്നെന്താന്ന് വെച്ചാൽ യൂട്യൂബേഴ്സും ഈ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യണവരും ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ഞാനും ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വരെ എൻ്റെ അങ്ങനത്തെ ഒരു മുഖം ആർമീസിന് കാണിക്കാത്തതുകൊണ്ട് ഇനി ആർമീസിന് അത് അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ അവരോടൊക്കെ ഒരു സോറി പറയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് സോറി പറയുന്നുണ്ട് അന്നത്തെ ദിവസം എൻ്റെ മൂഡ് നല്ല മൂഡായിരുന്നു, അതുകൊണ്ടാണത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് കിട്ടിയാലും അത് വലിയ കാര്യമാക്കണ, അതായത് ഹേറ്റേഴ്സിനെ കുറിച്ചായിരിക്കും പറയണത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംഭവങ്ങൾ ഇടുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കും പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെയുള്ളവരോട് എന്തായാലും എൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങളെ പേർക്കും വല്ല കേസോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് എൻ്റെ കാര്യമല്ല, അതായത് അത് ഞാൻ അറിയുന്ന കാര്യമല്ല എന്നുള്ള അതിന് ഞാൻ ഉത്തരവാദി ആവില്ല എന്ന് ജങ്കൂക്ക് പറയുന്നുണ്ട്. അപ്പം ആ പറഞ്ഞ സംഭവം വേറൊന്നല്ല, പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഒരു വാർണിംഗ് തന്നാണ്. അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓവറായിട്ട് ഇടപെട്ട് ചളാക്കണ കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ ഈ ഹേറ്റും കാര്യങ്ങളൊക്കെ പരത്തുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഉള്ളൊരു വാർണിംഗ് ആയിട്ട് കൊടുത്തു തന്നെയാണ് കേട്ടോ ജങ്കൂക്ക് ആ ഒരു ഡയലോഗ്. വേറെ ഒന്നല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ജങ്കൂക്ക് അറിയില്ല, അത് ആ ഒരു കേസിൻ്റെ വഴിക്ക് പോയിക്കോളുന്നു. അങ്ങനെ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ആർമീസിനോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കംബാക്കും ഒക്കെ ഉണ്ടായിട്ട് പിന്നെ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തായാലും അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ആർമീസിനോട് എല്ലാവരോടും സോറി എന്ന് പറയുന്നുണ്ട്. പിന്നെ ആർമീസിനോട് എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്നുണ്ട്. അതായത് ഞാൻ ഇത്ര കാലം ആർമീസിനോട് സത്യസന്ധനായിട്ട് തന്നെയാണ് നിന്നത്. ആർമീസിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കുള്ളത്. അപ്പോൾ അത് ആർമീസ് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അത്ര നല്ല ആളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതായത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളോട് ഞാൻ എന്നും സിൻസിയർ ആയിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും അപ്പോൾ നിങ്ങളോട് എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, എന്നിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. പിന്നെ ഇനി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യില്ല എന്നോ അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ ഞാൻ അത്രത്തോളം തെറ്റാണെന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനൊരു മനുഷ്യനല്ല, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇപ്പം ഇന്നാൾ വന്ന പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇനി അത് തെറ്റാണെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളതൊരു തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മാറാൻ ശ്രമിക്കാം. എന്നിട്ട് പിന്നെ ഞാൻ എന്താ എപ്പോഴും ഇങ്ങനെ ക്രിറ്റിസിസം ഏറ്റുവാങ്ങണത്, എപ്പോഴും ഇങ്ങനെ ഏറ്റുവാങ്ങാനാണോ എൻ്റെ ഒരു ഇത് എന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഞാനത് അങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കണില്ല, അത് ഒരു തെറ്റല്ലല്ലോ, അതൊക്കെ ഇപ്പോൾ സാധാരണ നടക്കുന്ന സംഭവങ്ങളല്ലേ. പക്ഷേ ആർമീസ് അത് സപ്പോർട്ട് ചെയ്യുന്ന ആർമീസ്, അതായത് അതിന് പ്രശ്നമില്ലാത്ത ആർമീസും ഉണ്ട്. പക്ഷെ എന്നാലും ആർമീസ് പലതരമാണല്ലോ, ഒരു ടൈപ്പ് തന്നെ ആർമീസ് അല്ലല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ആർമീസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സോറി പറയണമെന്ന് പറയണ്ടേ. എന്നിട്ട് പിന്നെ ജങ്കൂക്കനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെ എഡിറ്റഡ് ആയിട്ട് പല ടൈപ്പ് വീഡിയോസ് ആയിട്ട് പോകണ്ടാവൂലേ, കാരണം ഇപ്പം
ഇപ്പോഴത്തെ കാലത്ത് ഈ എഡിറ്റിങ് ഭയങ്കര ഇതാണ്. അതായത് എഡിറ്റിങ് ചെയ്യുന്ന പല ടൈപ്പിലാണല്ലോ. അപ്പോൾ ഒരു നെഗറ്റീവ് ആക്കിയിട്ട് എഡിറ്റിങ് ചെയ്യാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ മീനിങ്ങും ചിലപ്പോൾ മാറിയിട്ടായിരിക്കും വരിക. എന്തായാലും ഞാൻ അന്ന് ആ ഒരു ബാഡ് വേർഡ് വിളിച്ചത് ആർമീസിനെയും കൂടെ അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിനെയാണ് വിളിച്ചത്. അപ്പോൾ ആ ഫ്രണ്ടിനൊപ്പം നമ്മൾ വിളിക്കണമൊക്കെ സർവ്വസാധാരണ അല്ലേ, അതിപ്പോൾ സെലിബ്രിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കണില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഉറക്കമൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാണ്ടേന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് എന്തായാലും ഞാനിന്നിപ്പോൾ രാമയൺ കഴിച്ചുകൊണ്ട് ഇനി ഞാൻ നാളെ ഒന്നും കഴിക്കണില്ല, ഡീറ്റോക്സ് ജ്യൂസ് മാത്രം കഴിക്കണുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 36 ഹവേഴ്സിൻ്റെ ഒരു ഫാസ്റ്റിംഗ് ഉണ്ട്, അത് ഹെൽത്തി ആണെന്ന്, പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കേട്ട പോലെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇനി നാളെ തൊട്ടൊന്നും കഴിക്കില്ല, പെർഫോമൻസ് വരെ ഒന്നും കഴിക്കില്ല എന്നാട്ടോ പറയുന്നത്. എന്താ വെച്ചാൽ പെർഫോമൻസിന് കുറച്ച് ഒരു ഷാർപ്പ് ലുക്കിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറയുന്നുണ്ട്. അതേപോലെ അവർ ആദ്യത്തെ ആ പെർഫോമൻസിൻ്റെ അന്ന് ഞാൻ നല്ല മെലിഞ്ഞിട്ട് എൻ്റെ അന്നത്തെ ആ ഒരു ലുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ ഒരു ലുക്ക് നല്ല രസമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഇപ്പോൾ തടിച്ചു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഡീറ്റോക്സ് ജ്യൂസാണ്, പക്ഷേ അതൊരു ടേസ്റ്റും ഇല്ലാന്നും പറയണ്ടേ. അതിനിടയ്ക്ക് നംജുനേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ആർമിനോട് പറയുന്നുണ്ട് നംജുനേട്ടൻ വീട്ടിലുണ്ടാവും, നംജുൻ വീട്ടിലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഒരു രസമില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ജങ്കുക്ക് റിഹേഴ്സലിന് തൻ്റെ ഹോം ടൗണിലായിരുന്നു റിഹേഴ്സൽ. അപ്പോൾ തൻ്റെ നാട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു പോയ കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബൈക്ക് ഓടിച്ചു പോയപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ചു പോയപ്പോൾ മുന്നിലുള്ള ഒരു ബൈക്കിന് ആക്സിഡൻറ്റ് പറ്റിയ ഞാൻ കണ്ടു. പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ കെയർഫുള്ളി ഓടിക്കാൻ നോക്കി. ഞാൻ ഇനിയും നല്ല വിധത്തിൽ കെയർഫുള്ളി ഓടിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർമീസ് ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് ഞാൻ ആരെക്കാളും കൂടുതൽ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ഈയിടെയായിട്ട് കുറച്ച് കുറവാണ്, എന്നാലും ഞാൻ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ആർമീസിനോട് കമൻറ്റ് നോക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ വായിക്കാൻ അറിയാത്തതുകൊണ്ട്, അതായത് ഫാസ്റ്റായിട്ട് വായിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കൊറിയൻ കമൻസാണ് അധികം വായിക്കില്ല. അപ്പോൾ എല്ലാവരും കൊറിയൻ പഠിച്ചിട്ട് ഇനി കൊറിയൻ കമൻസ് ഇടാൻ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് ഇത് പോകുമ്പോൾ ചിലതൊക്കെ നോക്കും, എന്നാലും എനിക്ക് അങ്ങനെ സ്പീഡിൽ നോക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ കൊറിയൻ നിങ്ങൾ പഠിച്ചിട്ട് കമൻറ്റ് ഇടാൻ. പിന്നെ ജങ്കുക്ക് TV ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ആ TV ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോണിക്ക് എടുക്കണം, എനിക്ക് ബലറീന കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് TV മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അത് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് നംജുനേട്ടനോട് ഇന്നാൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് മെമ്പേഴ്സിനൊക്കെ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടബ്ലോ ഏട്ടൻ, അതായത് ടബ്ലോ ഒരു സിംഗർ ആൻഡ് സോങ് റൈറ്ററാണ്. അപ്പോൾ നംജുനോട് പറഞ്ഞതാണ് ഇവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആളടുത്തേക്ക് വിട്ടാൽ മതി, പഠിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് ജങ്കുക്ക് നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ചേരം മൂവി കണ്ടപ്പോഴത്തേക്കും അടുത്തു, അതുകൊണ്ട് മാറ്റി നമുക്കിനി പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് പാട്ട് വെക്കുന്നുണ്ട്. പിന്നെ ജങ്കുക്കിൻ്റെ ഫേവറേറ്റ് സോങ് ആണെന്ന് പറഞ്ഞിട്ട് സൈബർ പങ്കത്തെ സോങ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ആർമി ജങ്കുക്കിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഇനി ഞാൻ വേണമെങ്കിൽ പഠിച്ചിട്ടൊക്കെ പിന്നെ പറയും, ഇപ്പം എന്തായാലും എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരാൾ ഈ ഒരു ഡീറ്റോക്സ് ജ്യൂസിലുള്ള എന്തൊക്കെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ജങ്കുക്ക് ഇത് ഏത് ജ്യൂസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ക്യാമറ അടച്ചു വെച്ചിട്ട് അതൊരു കണ്ടൻസ് ഒക്കെ ആർമീസിന് വേണ്ടി വായിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ജങ്കുക്ക് തൻ്റെ നാട്ടിലേക്ക് ആ ഒരു ബൈക്ക് ഓടിച്ച് പോയതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബൈക്ക് ഓടിച്ച വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ആ ഒരു സംഭവം വിട്ടുപോയിരുന്നു. പിന്നെ ആർമീസെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ജങ്കുക്ക് ബൈക്ക് ഓടിച്ച് പോയ ഒരു ഫോട്ടോ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ജങ്കുക്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആർമീസ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ജങ്കുക്ക് ഞാൻ കുറേ ഇൻഫർമേഷൻ കിട്ടാനും അതേപോലെ തന്നെ ചിലപ്പോൾ ചില ലിറിക്സ് ഇംഗ്ലീഷിലേക്ക് ആക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അതിന് അങ്ങനെ കാര്യമായിട്ട് ഇൻഫർമേഷൻ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ൻ്റെ യൂസിങ് നമ്മളെപ്പോഴും കുറയ്ക്കണം. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക, അല്ലാതെ ഒരുപാട് ഓവർ യൂസ് ആയാൽ ഭയങ്കര ദോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പം ശരിക്കുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാലമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഫേക്ക് അക്കൗണ്ടുകൾ ഒരുപാടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ റിയൽ നെയിം യൂസ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ നല്ലോണം യൂസ് ചെയ്യണമുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വരുന്ന ആ ഒരു കമൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പല ആൾക്കാരും പല ടൈപ്പിലാണ് കമൻറ്റ് ഇടുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ബാക്കിയുള്ളവർ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ. ഈ മുഖംമൂടിക്കുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കമൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വേറെ കുറേ റിപ്ലൈസ് ഉണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ള് അവരോടുള്ള തെറിയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലം എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെ കഴിയില്ല. പിന്നെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല. എനിക്ക് മനസ്സിലാക്കണമെന്നില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ മെമ്പേഴ്സിൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്രത്തോളം അടുത്തിട്ടായിരിക്കും ജൂണേട്ടൻ ഞാൻ മാത്രമേ ഇംഗ്ലീഷ് പറയണുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും, അതായത് ഹോബിയേട്ടൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വിയേട്ടനും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജിമിനേട്ടനും പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനും പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ഞങ്ങളൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ എന്തായാലും ലാസ്റ്റ് ആ ഒരു ഇതിക്ക് തന്നെ തിരിച്ചു വരും. ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി ബാഡ് ഡ്രീംസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് ഞാൻ ഇപ്പം അടുത്തായിട്ട് ഒരു
ബാഡ് ഡ്രീം കണ്ടിരുന്നു, ബ്ലഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ആർമി പാട്ട് പാടിത്തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് സമയം രാവിലെ 5 മണിയായി, അതുകൊണ്ട് തന്നെ സൗണ്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വരാൻ പോണ പെർഫോമൻസിനെ കുറിച്ച് ടെൻഷൻ ഉണ്ട്. നന്നായിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നല്ല വിധത്തിൽ വരണം എന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ പ്രാക്ടീസസ് തന്നെ ഞങ്ങൾ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു എന്ന് പരസ്പരം പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കണ്ടവർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആവണം എന്നുള്ളത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. അതായത് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഉറക്കം വരുന്നുണ്ട്, ഇനി ഉറങ്ങാൻ പോകാന്നുള്ള ഒരു സംഭവം അങ്ങനെ പറയണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കം ഇങ്ങനെ വന്നപ്പോൾ എന്തായാലും ഞങ്ങൾ നന്നായി പെർഫോമൻസ് ഒക്കെ ചെയ്യാം, പിന്നെ എല്ലാവരോടും ഐ ലവ് യു ഒക്കെ പറഞ്ഞിട്ട് ഹാപ്പി ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലൈയിങ് കിസ്സൊക്കെ അയച്ചു തന്നിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ജങ്കുക്ക് റീസെൻ്റ് ആയിട്ട് വന്ന ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ലൈവ് വന്നത്. അങ്ങനെ ലൈവിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആർമീസിനോട് പറഞ്ഞു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ലൈവ് ഓഫ് ആക്കിയിട്ട് പോയി. എന്തായാലും ഈ ഒരു ലൈവിൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ലൈവായിട്ട് വരുന്നത് ആയിരിക്കും. ബൈ ബൈ.